അന്നത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 1980 മോസ്കോ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-ാമത്തെ വയസ്സിൽ ഒളിമ്പിക്സ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഹിസ്റ്ററിയാണ്. കാരണം ഇവിടെ ഒളിമ്പിക്സിൽ ക്വാളിഫൈ ചെയ്യാൻ ഇപ്പോൾ വളരെ കുറച്ച് പേർക്കല്ലേ ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൂ. അന്ന് ഞാൻ 16 വയസ്സുള്ളപ്പോൾ വിമൻസ് സെഷനിൽ ഓടിയിട്ട് ഞാൻ ഒന്നാമതായിട്ട് പെർഫോമൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പങ്കെടുത്തത്. പക്ഷെ അന്നൊന്നും ഒന്നുമില്ല. അന്ന് എനിക്ക് തോന്നുന്നത് ഡൽഹി തന്നെ ഞാൻ എത്തിയ ട്രെയിനിലൊക്കെ കയറി മറിഞ്ഞിട്ടാണ്. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഒളിമ്പിക്സ് 1984 ആയിരുന്നു. 84-ൽ ഞാൻ 400 മീറ്റർ ഹേർഡിൽസ് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ 400 മീറ്റർ ഹേർഡിൽസ് ബിഫോർ ഒളിമ്പിക്സിന് മുമ്പ് ഞാൻ 3 റേസസ് ചെയ്തിട്ടുള്ളൂ. ഒന്നിവിടെ ഒരു ട്രയൽസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, പിന്നെ ഒരു ഓപ്പൺ നേഷൻസിൽ ഒരെണ്ണം ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ നേഷൻസ് ഒരെണ്ണം ചെയ്ത് ഞാൻ ക്വാളിഫൈ ചെയ്തു. പിന്നെ ഞാനൊരു ട്രയലായിട്ട് അവിടെ ചെയ്തിട്ട് ഞാൻ A ക്ലാസ് ക്വാളിഫിക്കേഷൻ മാർക്ക് ചെയ്തു. പിന്നെ തേർഡ് ഞാൻ ചെയ്യുന്നത് അവിടെ പോയിട്ടാണ്, പിന്നെ ഒളിമ്പിക്സ് പോയിട്ട് പ്രീ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടാണ്. ഒളിമ്പിക്സിന് മുമ്പായിട്ട് ഒരു ഗ്രാൻഡ് പ്രിക്സ് ഇംഗിൾവുഡിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പങ്കെടുത്തു, 3ാമത്തെ റേസ്. അവിടെ അമേരിക്കയുടെ ജുഡി ബ്രൗൺ കിങ്ങിനെ തോൽപ്പിച്ചിട്ട് ഞാൻ ഒന്നാമതായതാണ് എനിക്കുള്ള കോൺഫിഡൻറ്റ്. അത് കഴിഞ്ഞ് 4th റേസ് എൻ്റെ ഒളിമ്പിക് ഹീറ്റ്സാണ്. ഇപ്പോൾ പിള്ളേർ പോകുമ്പോൾ എല്ലാവരും യൂറോപ്പിലാണ് കിടക്കുന്നത്, പല സ്ഥലങ്ങളിലായിട്ട് ട്രെയിനിങ് ചെയ്യുന്നത്, കോമ്പറ്റീഷൻ ചെയ്യുന്നത്. ഒരാൾ ഓടാൻ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കോച്ച് ഉണ്ടാവും, അസിസ്റ്റൻറ്റ് കോച്ച് ഉണ്ടാവും, ഫിസിയോ ഉണ്ടാവും, പിന്നെ വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ എക്സ്പേർട്ട് വേറെ ഉണ്ടാവും, മസാജർ വേറെ ഉണ്ടാവും, ന്യൂട്രീഷനിസ്റ്റ് വേറെ ഉണ്ടാവും. അവർക്ക് ഫുൾ സെറ്റപ്പാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഒളിമ്പിക്സ് റെക്കോർഡ് ഇട്ടേനെ ഞാൻ. അപ്പോൾ അതും ഇതുമായിട്ടൊരു കമ്പാരിസണൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞാൻ ശരിക്കും മെഡൽ നഷ്ടപ്പെട്ടു പോയത്. നിർബന്ധമാക്കുവാണെങ്കിൽ അത് നല്ലതാണ്. കാരണം എല്ലാവരും അതുകൊണ്ട് കുറച്ച് ഭാഗമായിട്ടെങ്കിലും ഒരു ജനറലായിട്ടെങ്കിലും ഒരു ഫിറ്റ്നസ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ടാലൻറ്റ് സ്കൗട്ട് ചെയ്തിട്ട് പിള്ളേരെ നമ്മൾക്ക് അതിൻ്റെ അകത്ത് സ്പോർട്സിന് കഴിവുള്ള പിള്ളേരെ പല സ്പോർട്സ്, ഇപ്പോൾ അത്ലറ്റിക്സ് തന്നെ ആവണ്ടല്ലോ, പല ഫീൽഡിലേക്ക് അവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ജനറൽ ഫിറ്റ്നസ് എപ്പോഴും അവരെ മറ്റുള്ള സ്പോർട്സ് അല്ലാത്ത രീതിയിലേക്ക് പഠിക്കാനായിട്ടും അവർ എനർജറ്റിക് ആവാനായിട്ടും അവരുടെ ആരോഗ്യത്തിനൊക്കെ ഗുണം ചെയ്യുകയും ചെയ്യും. അത് തീർച്ചയായിട്ടും അത് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും.